നമ്മുടെ കിഡ്നിയിലൂടെ പ്രോട്ടീൻ നഷ്ടപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ പ്രോട്ടീൻ നഷ്ടപ്പെടുന്നില്ലേ എന്ന് അറിയാൻ സഹായിക്കുന്ന ഒരു ടെസ്റ്റാണ് യൂറിൻ ACR അല്ലെങ്കിൽ യൂറിൻ ആൽബുമിൻ ക്രിയാറ്റിൻ റേഷ്യോ എന്ന് പറഞ്ഞിട്ടുള്ള ടെസ്റ്റ്. അപ്പോൾ നിങ്ങൾ ഈ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ടെസ്റ്റ് എങ്ങനെയാണ് അത് നോർമലാണോ അല്ലേ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം. അപ്പോൾ നിങ്ങൾ യൂറിൻ ACR എന്ന് പറഞ്ഞ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ എത്രയാണെന്നുള്ളത് ആദ്യം നിങ്ങൾ നോക്കുക. ഇനി അതിൻ്റെ നോർമൽ എന്ന് പറയുന്നത് ഒരു 30-ന് താഴെയായിരിക്കും. അപ്പോൾ നിങ്ങൾ ആ ടെസ്റ്റ് റിപ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ റെഫറൻസ് റേഞ്ച് സൈഡിൽ എഴുതിയിട്ടുണ്ടാവും. യൂറിൻ ACR ലെസ് ദാൻ 30 ആണെങ്കിൽ അത് നോർമലാണ്. ഒരു 30 മുതൽ 300 വരെയൊക്കെയാണ് നിങ്ങളെ യൂറിൻ ACR. അതായത് ഇപ്പോൾ നിങ്ങളുടെ റിപ്പോർട്ട് ഒരു 150 അല്ലെങ്കിൽ 90 അല്ലെങ്കിൽ ഒരു 200 അങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ യൂറിൻ ACR റിപ്പോർട്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളെ കിഡ്നി ചെറുതായിട്ട് പ്രോട്ടീൻ നഷ്ടപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ കിഡ്നിക്ക് ചെറിയ രീതിയിൽ ഡാമേജ് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി നിങ്ങളെ യൂറിൻ ACR റിപ്പോർട്ട് ഒരു 300-ൻ്റെ മുകളിലാണ്, അതായത് നിങ്ങൾക്ക് 500, 600 അങ്ങനെയൊക്കെയാണ് കാണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നിങ്ങളെ കിഡ്നിയിൽ നിന്ന് ധാരാളം പ്രോട്ടീൻ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി ഇപ്പോൾ നിങ്ങളിപ്പോൾ ഇതുവരെ ഒരു ഡയബറ്റിക് ആയിട്ടുള്ള ഒരാളാണ്, നിങ്ങളൊരു യൂറിൻ ടെസ്റ്റ് ചെയ്തപ്പോൾ നിങ്ങളൊരു പ്രോട്ടീന് ഒരു 100-200 കണ്ടു. അപ്പോൾ ആദ്യമായിട്ട് ഒരു 200 കണ്ടു എന്ന് വിചാരിച്ചിട്ട് നിങ്ങളെ കിഡ്നി ഫുള്ള് നശിച്ചു പോയി അല്ലെങ്കിൽ കിഡ്നി ഒരിക്കലും ശരിയാവില്ല അങ്ങനെയൊന്നും വിചാരിച്ചിട്ട് നമ്മൾ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് ഈ പ്രോട്ടീൻ ലീക്കിനെ തടയാൻ സഹായിക്കുന്ന ഒരുപാട് മെഡിസിൻസ് ഉണ്ട്. നല്ല രീതിയിൽ ഷുഗർ കൺട്രോൾ ചെയ്യുക, നല്ല രീതിയിൽ പ്രഷർ കൺട്രോൾ ചെയ്യുക, അതിൻ്റെ കൂടെ പ്രോട്ടീൻ ലീക്ക് തടയാൻ സഹായിക്കുന്ന ഡാപ്പ, എംബ അല്ലെങ്കിൽ ടെൽമിസാട്ടിൻ, ലോസാട്ടിൻ തുടങ്ങിയ മെഡിസിൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഈ പ്രോട്ടീൻ ലീക്കിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ചില ആളുകൾക്ക് ഈ പറഞ്ഞിട്ടുള്ള പ്രോട്ടീൻ ലീക്ക് കൺട്രോൾ ചെയ്യാനുള്ള മെഡിസിൻ തുടങ്ങി ഒരു 3-4 അല്ലെങ്കിൽ 5 മാസം കഴിഞ്ഞാലും ചിലപ്പോൾ ഒരുപാട് പ്രോട്ടീൻ, ചിലപ്പോൾ 300-ഉം 400-ഒക്കെ ഇതിന് പകരം 3000, 6000 അങ്ങനെ ഒരുപാട് ഗ്രാം കണക്കിന് പ്രോട്ടീനൊക്കെ ചിലപ്പോൾ കിഡ്നിയിൽ നിന്ന് നഷ്ടപ്പെടുന്നുണ്ടാവും. അപ്പോൾ അത്തരം ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ നല്ലൊരു നെഫ്രോളജി ഡോക്ടറെ കാണിച്ചിട്ട് നിങ്ങളെ കിഡ്നി ഡാമേജിൻ്റെ പ്രോബ്ലം ഡയബറ്റിസ് റിലേറ്റഡ് തന്നെയാണോ അതല്ല മറ്റെന്തെങ്കിലും കിഡ്നി അസുഖം കാരണമാണോ നിങ്ങൾക്ക് പ്രോട്ടീൻ പോകുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഉറപ്പുവരുത്തണം. അല്ലാത്ത ആളുകൾക്ക് ചെറിയ രീതിയിലൊക്കെ പ്രോട്ടീൻ നഷ്ടപ്പെടുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോട്ടീൻ ലീക്ക് കൺട്രോൾ ചെയ്യാനുള്ള മെഡിസിനൊക്കെ കഴിച്ചിട്ട് കൃത്യമായ ഇടവേളകളിൽ ഫോളോ അപ്പ് ചെയ്ത് നോക്കിയാൽ കഴിഞ്ഞിട്ട് ആ ഒരു പ്രോട്ടീൻ ലീക്കിനെ നല്ല രീതിയിൽ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ കിഡ്നി ഡാമേജിനെയും അതുവഴി നല്ല രീതിയിൽ നിങ്ങൾക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും.